കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്ന ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറയാം. എല്ലാ നല്ല ദാനങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. അവരുടെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കുന്നു. അവിടെ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല, അടച്ചാൽ തുറക്കാനും ആർക്കും സാധ്യമല്ല. ഇന്ന് പകലിലും തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും. കഥകൾ തുറക്കേണ്ടതിനും വാതിൽ അടയാതിരിക്കേണ്ടതിനും. ഒന്ന്, തുറക്കാൻ ദൈവം നമുക്ക് മുമ്പായി പുറപ്പെടും. ആരും നോക്കിയിട്ടും തുറക്കാത്തത്, ബന്ധോസാക്കി പൂട്ടിയത്, തമറക്കഥകളുള്ളത്, ഇരുമ്പോടാമ്പരമുള്ളത് തുറക്കാൻ വേണ്ടി ദൈവം പുറപ്പെടുക മാത്രമല്ല, തുറന്നു വെച്ച വാതിലിനെ ആരും തിരിച്ചടയ്ക്കാതിരിക്കാനും എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഈ പകൽ വെളിപ്പെടും. വാതിൽ തുറക്കുക മാത്രമല്ല, തുറന്നത് തിരിച്ചടയ്ക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ വിടുതലുകളും ഇന്നും പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്ന പ്രത്യേക നിമിഷമാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ സ്തോത്രം ചെയ്യുക. ആരെനിക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും എന്നവർ പരസ്പരം ചിന്തിച്ചെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യുന്ന മാത്രയിൽ തന്നെ, ഹല്ലേലൂയ, നിങ്ങൾ നടന്നെടുക്കുമ്പോൾ തന്നെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആ കല്ലിനെ ഉരുട്ടി മാറ്റുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി യേശുവിൻ നാമത്തിൽ. ദൂതൻ ഇറങ്ങേണ്ടടുത്ത് ദൂതൻ ഇറങ്ങും. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങേണ്ടടുത്ത് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങും. സകല ദുർഘടങ്ങളും ഇന്നു പകൽ മാറിപ്പോയി ആത്മാവിൽ ശക്തരായിത്തീരുന്ന പ്രത്യേക നിമിഷത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരികയാണ്. മനോക്ലേശ തരംഗങ്ങളാൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഭയപ്പെടുന്ന ചിലരോട് കർത്താവ് അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാനാകുന്നവൻ. നോക്കൂ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, യേശുവിനെ തൊട്ടവർ, രുചിച്ചവർ, അറിഞ്ഞവർ, പക്ഷേ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ വന്നപ്പോൾ ഇവർ ഭയപ്പെടാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, നാം യേശുവിനെ എത്ര തവണ രുചിച്ചറിഞ്ഞതാണ്. എല്ലാ ദിവസവും രുചിച്ചറിഞ്ഞിട്ടും ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ ഭയപ്പെടുന്നില്ലേ? യേശു ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുന്നതെന്ത്? യേശു വെള്ളത്തിന്മേൽ നടന്നപ്പോൾ പത്രോസിനും ഒരാഗ്രഹം, എനിക്കും വെള്ളത്തിന്മേൽ നടക്കണം. നോക്കൂ, അവരെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന തിരകളെ ചവിട്ടിയാണ് യേശു നടന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഭ്രമിപ്പിക്കുന്ന ശക്തികളെ കൽക്കീഴാക്കി നടക്കുവാനൊരു ആത്മിക അധികാരം പ്രാപിക്കണം. പക്ഷേ പത്രോസ് നടന്നു, പിന്നീട് കാറ്റിനെ കണ്ടു. യേശുവിൻ്റെ മുഖത്ത് നോക്കി നടന്നവൻ, യേശുവിൻ്റെ വാക്ക് കേട്ട് നടന്നവൻ പിന്നീട് കാറ്റിനെ കാണാൻ തുടങ്ങിയപ്പോൾ മുങ്ങാൻ തുടങ്ങി. യേശു അവൻ്റെ കരത്തിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു, അല്പവിശ്വാസിയെ, അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, അല്പമല്ല പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ, ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ നീ മുങ്ങത്തില്ല കേട്ടോ. നീ സകലത്തെയും ചവിട്ടുവാൻ, സകലത്തെയും ജയിക്കുവാൻ ദൈവം ഒരധികാരം ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ ഈ ദൂതിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. പലപ്പോഴും ഭീരുത്വത്തിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നമ്മൾ പ്രാപിച്ചത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ലല്ലോ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ശക്തി, സ്വർഗസ്ഥനായ പിതാവ് എൻ്റെയും പിതാവാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആത്മബന്ധമകത്തുണ്ടെങ്കിൽ ഈ പകൽ സകല ഭയങ്ങളും മാറട്ടെ,
വ്യാകുലതകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഒരു വലിയ ആത്മീക സ്വസ്ഥത നിങ്ങളുടെ കുടുംബത്തിനകത്ത് തലമുറകളുടെ മേൽ ഭ്രമിപ്പിക്കുന്ന വിഷയത്തിന്മേൽ, ചോദ്യം ചെയ്യപ്പെട്ട വിഷയത്തിന്മേൽ ഇന്നും പകലും ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പക്ഷേ അതിനെ നേരെയാക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി വഴികളെ നേരെയാക്കുവാൻ, തികവുള്ള വഴിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. വളരെ വളരെ സുപരിതമായൊരു വാക്യം, മത്തായി സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. മത്തായി 4:19. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുകയാണ്. നോക്കൂ, മത്തായി 4:14 നോക്കൂ, വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് മടങ്ങിപ്പോയി. നസ്രത്ത് വിട്ടു സെബുലൂൻ്റെയും നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിൻ്റെ നീളമിരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. ഇതൊരു പ്രവചന ഭാഗമായ യശയ്യാപ്രവചനം. പക്ഷേ യേശു ഇവിടേക്ക് ചവിട്ടുകയാണ്. മരണത്തിൻ്റെ നിഴൽ, ഇരുളിൻ്റെ വ്യാപാരം എഴുതിത്തള്ളപ്പെട്ട ഗലീല, അവിടേക്ക് യേശുവിൻ്റെ കാൽ ചവിട്ടിയപ്പോൾ മരണം മാറി, ഇരുളു മാറി, വെളിച്ചം വ്യാപരിക്കുക. ഈ പകൽ ലോകത്തിൻ്റെ സകല വിധിയെഴുത്തുകളും നീ ഡാർക്ക് റൂമിനകത്ത് കിടക്കുകയാണ്. ലോകത്തിൻ്റെ വിധിയെഴുത്തുകൾ മരണത്തെ ഫേസ് ചെയ്യാൻ, അക്ഷരിക മരണം മാത്രമല്ല, എല്ലാ മേഖലകളും ഡെഡായി വർഷങ്ങൾ കാത്തിരിക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചന ശബ്ദമുണ്ട്. അഭിഷേകമുള്ളവൻ ചവിട്ടും, അഭിഷേകമുള്ളവൻ്റെ സ്പർശനമേക്കും, അഭിഷേകമുള്ളവൻ്റെ ശക്തി വെളിപ്പെടും. ഈ പകൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ചില ദൈവശബ്ദം യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുടുംബത്തിനകത്ത് സ്പർശിക്കപ്പെടാൻ പോകുക. നിൻ്റെ തലമുറകൾ സ്പർശിക്കപ്പെടാൻ പോകുക. നിന്റെ സഭയിൽ അത് സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ ദൂതേറ്റെടുക്കുമെങ്കിൽ സകല മരണത്തിൻ്റെയും ഡെഡാക്കുന്ന, നിർജീവമാക്കുന്ന, വാഗ്ദത്തങ്ങളെ ഒതുക്കുന്ന സകല ശക്തികളെയും, എഴുതിത്തള്ളിയ നിന്റെ മൂല്യങ്ങളെയും ഇന്ന് പകൽ മൂല്യമുള്ളതാക്കാൻ യേശു അവിടേക്ക് ചവിട്ടുന്നു. ചവിട്ടുക മാത്രമല്ല, യേശു വീണ്ടും നടക്കുകയാണ്. ഈ പകൽ നടക്കേണ്ടവൻ നടക്കുമ്പോൾ ഗതികൾ മാറുകയാണ്, കാലഗതികൾ മാറുകയാണ്, ചിന്തകൾ മാറുകയാണ്, ജനത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ മാറുകയാണ്. ഗലീലയ്ക്ക് ചേഞ്ചുകൾ വരുന്നു, യോർദാന് ചേഞ്ചുകൾ വരുന്നു. സകല പാരമ്പര്യ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ പിശാച് അടക്കി വെച്ച സകല ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ ശക്തമായ വെല്ലുവിളികളും ഇന്നു പകൽ ശാസിക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ഇനി ശ്രദ്ധിക്കണമേ. അതിനുശേഷം യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരങ്ങളെ കണ്ടു. അവർ കടലിൽ വല വീശുകയായിരുന്നു. നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല കർത്താവ് കാണുന്നത്. നമ്മൾ ചിന്തിക്കുന്നവരെയുമല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നവർ. കർത്താവിൻ്റെ സെലക്ഷൻ, ഞാൻ നിന്നെ കണ്ടെത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ കണ്ടെത്തി അപ്പോയിൻ്റ് ചെയ്യുന്ന കർത്താവാണ്. പ്രിയരെ, മനുഷ്യരും കുടുംബക്കാരും കൂട്ടുകാരും സ്വാധീനങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ യേശുവിൻ്റെ തിരഞ്ഞെടുപ്പ്, പിതാവായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒറ്റ സ്വാധീനത്തിലുമല്ല. നോക്കൂ, അപ്പനും അമ്മയും ഒക്കെ മുമ്പിൽ നിർത്തിയ മക്കളുണ്ടായിരുന്നു, അല്ലേ? എവിടെ? ഇഷയുടെ വീട്ടിൽ അഭിഷേക തൈലം വന്നപ്പോൾ വളരെ കരുത്തന്മാരായ മക്കളെ മുമ്പോട്ട് പിടിച്ചു നിർത്തി.
പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതല്ല. ഞാൻ ഒരുത്തനെ രാജാവായി ഇശ്ശായിയുടെ മക്കളിൽ കണ്ടിട്ടുണ്ട്. അവൻ ഇവിടില്ല, അവൻ വരാതെ ഹല്ലേലൂയ അഭിഷേക തൈലം ഒഴിക്കാൻ പറ്റില്ല. ദൂത് മനസ്സിലായോ? ദൈവത്തിൻ്റെ സെലക്ഷൻ മനുഷ്യരുടെ സെലക്ഷൻ അനുസരിച്ചല്ല. മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെ, വില കൽപ്പിക്കാത്തതിനെ സെലക്ട് ചെയ്യുന്ന. നോക്കൂ, ഇവിടെ മുക്കുവരെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് വലിയ ലാംഗ്വേജ് ഇല്ല, വിദ്യാഭ്യാസങ്ങൾ കാണില്ലായിരിക്കാം, അവർക്ക് വലിയ പാരമ്പര്യങ്ങൾ പറയാനില്ലായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് നിന്നെ ഉപയോഗിക്കാൻ, കണ്ടെത്തിയവനെ ഉപയോഗിക്കാൻ. പത്രോസേ, നിന്നെ എനിക്ക് ഉപയോഗിക്കണം. സ്വർഗരാജ്യത്തിൻ്റെ കീ നിൻ്റെ കയ്യിൽ എനിക്ക് കൈമാറണം. സ്വർഗീയ വെളിപ്പാട് നിന്നിൽ നിന്ന് പുറത്തു വരണം. നിൻ്റെ പ്രസംഗത്തിലൂടെ ജനം കൃപയിലേക്ക് വരണം, സഭയിലേക്ക് കയറണം, ആത്മശക്തി വെളിപ്പെടണം. വലിയ മൂല്യമുള്ള ലേഖനങ്ങൾ നിന്നിലൂടെ പുറത്തു വരണം. പ്രൈസ് ഗോഡ്. ഇതാ ദൈവത്തിൻ്റെ പർപ്പസ്. നോക്കൂ, എന്നിട്ട് യേശു പറയുന്ന വാക്യമാണ്, ആ പ്രസ്താവനയാണ് നമ്മൾ ചിന്തിച്ചത്. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന. നിങ്ങൾ ഇതുവരെ മീൻ പിടിച്ചെങ്കിൽ അതിനേക്കാൾ വിലയുള്ള ആത്മാവുള്ള മനുഷ്യരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ, അവരെ ആകർഷിക്കാൻ, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പറ്റി പത്രോസേ നീ പറയുമ്പോൾ ജനങ്ങൾക്ക് കുത്തുകൊള്ളും, അവർ മാനസാന്തരപ്പെടും. 3000 പേര് ചരിത്രത്തെ കീറിമുറിച്ചുകൊണ്ട് ഒറ്റ പ്രസംഗത്തിൽ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരും. ഇതാണ് കഴിഞ്ഞ നാളുകൾ നിന്റെ വലയിൽ കുടുങ്ങാത്തത്. യെസ്, ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രസംഗത്തിൽ കുടുങ്ങി ആത്മാവിൽ അവർ ആകർഷിക്കപ്പെടാൻ ദൈവത്തിന് പ്രസാദമുള്ളപ്പോൾ കർത്താവ് പറയുന്നു, നീ എൻ്റെ പിന്നാലെ വരിക. അടുത്തൊരു ഭാഗം കൂടെ ഞാൻ പറയട്ടെ. കർത്താവിൻ്റെ പിന്നാലെ വന്നാൽ സഹോദരങ്ങളെ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ പിന്നാലെ വന്നാൽ വഴിയിലിട്ടേച്ച് പോകത്തില്ല. കർത്താവിൻ്റെ പിന്നാലെ വന്ന തൻ്റെ ശിഷ്യന്മാരെ അഡ്രസ്സ് ചെയ്തിട്ട് കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടില്ല. നിങ്ങൾ അപ്പനെ വിട്ടോ, അമ്മയെ വിട്ടോ, നിലങ്ങൾ വിട്ടോ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ വരുവേൻ. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങൾക്ക് ബലം കൽപ്പിക്കും. ദൈവം നിങ്ങൾക്ക് ആത്മീക മൂല്യങ്ങൾ തരും. ദൈവം നിങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കും. മാത്രമല്ല, സ്വർഗീയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് കൈമാറുകയും നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യും. പറയട്ടെ, കർത്താവിൻ്റെ പിന്നാലെ വരിക. ആരുടെയാണെന്നറിയാമോ? അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ്റെ, മരണത്തെ ജയിച്ചവൻ്റെ, സൃഷ്ടിതാവിൻ്റെ, സകലത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയവൻ്റെ, സകല ശക്തികളെയും ജയിച്ചവൻ്റെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ കീ കൈവശമുള്ളവനെ, തുറക്കാൻ കഴിവുള്ളവനെ, സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ്റെ പിന്നാലെ വന്നാൽ നിൻ്റെ ഭാവി മാറും. നിൻ്റെ അവസ്ഥകൾക്ക് ചേഞ്ച് വരും. അതെല്ലാ മേഖലകളിലും. നോക്കൂ, ഗലീല എഴുതത്തള്ളപ്പെട്ടതാണെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരുടെ മഹത്വം നിങ്ങൾ നോക്കണമേ. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൂതന്മാർ അഭിസംബോധന ചെയ്തത്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക്. നമുക്കറിയാം ചരിത്രം. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാനുള്ളത്, യേശുവിൻ്റെ പിന്നാലെ വന്നാൽ നിന്നെ അഡ്രസ്സ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. നോക്കൂ, യേശുവുമായി സംവാദിച്ചു കൊണ്ടിരുന്ന, യേശുവിന് പ്രിയനായിരുന്ന ലാസറേ, മാർത്തയെ, മറിയേ, നിങ്ങളെ കർത്താവ് കൈവിടില്ല. ലാസറേ, നിൻ്റെ പേരിൽ ബഥാന്യ അറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. യേശുവിന് നീ എവിടെ സ്ഥാനം കൊടുക്കുന്നോ, അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്ന ഒരുത്തനെയും ഞാൻ കൈവിടില്ല. അവർ ലജ്ജിച്ചു പോകില്ല. അവരെ തല താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല. അവർ തകരില്ല, തളരില്ല. അവിടെയും കർത്താവ് ഇറങ്ങി വന്നില്ലേ? പ്രതികൂലത്തിൻ്റെ കാറ്റിലും ഇറങ്ങി വന്നില്ലേ? തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞില്ലല്ലോ, വീണ്ടും ചേർത്ത് പിടിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ആ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പിന്നാലെ വരുമ്പോൾ ശ്രേഷ്ഠകരമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റി, ആത്മാവിൽ ശക്തരാക്കി, ഞങ്ങളുടെ നാവിന്മേൽ അധികാരം നൽകി, ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ നിഴൽ തട്ടി അത്ഭുതങ്ങൾ സംഭവിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നു. പിന്നാലെ വരുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ആത്മീക വിടുതലുകൾക്കായി സ്തോത്രം. ഇന്ന് പകലിലും ഞങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ മറയ്ക്കും. സകല മഹത്വം യേശുവിൻ നാം തന്നെ. ആമേൻ. പ്രിയരെ, കർത്താവിൻ്റെ പിന്നാലെ ചെല്ലൂ.
കർത്താവ് അത്ഭുതം ചെയ്യും. ഈ വചനങ്ങളാൽ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.